DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 60 ലക്ഷത്തിലധികം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ആ അറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ ധനവകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ്. 49,20,567 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1,600 രൂപ വീതം നൽകുവാൻ 723,56,16,400 രൂപയും കൂടാതെ പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ള NSAP ഗുണഭോക്താക്കളായ 8,46,456 ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള NSAP വിഹിതം നൽകുന്നതിനായി 24,30,89,800 രൂപയും ധനവകുപ്പ് നൽകിക്കഴിഞ്ഞു. 26,14,214 പേർക്ക് പെൻഷൻ തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് നൽകുന്നത്. 23,06,053 പേർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി പെൻഷൻ തുക അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു നൽകും. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം മാർച്ച് 26 ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ച് ഏപ്രിൽ മാസം 4-ാം തീയതി പൂർത്തിയാക്കുവാനാണ് ധനവകുപ്പ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ചെയ്യുന്നതിനായി നേരത്തെ ധനവകുപ്പ് 817 കോടി രൂപ അനുവദിച്ചിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6,250 കോടി രൂപ കൂടി കടമെടുക്കുവാൻ കേന്ദ്ര അനുമതി ലഭിച്ചതോടെ ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഓഫീസ് വഴി 7,139 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു. ഈ ഫണ്ട് ലഭിച്ചതോടെയാണ് ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 1,600 രൂപ വീതമുള്ള പെൻഷൻ തുക എത്തിത്തുടങ്ങിയത്. പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക. പിന്നീട് നിശ്ചിത ദിവസങ്ങളുടെയൊക്കെ ഇടവേളയ്ക്ക് ശേഷം ഈ കേന്ദ്രവിഹിത തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് വെള്ളിയാഴ്ച മുതൽ പെൻഷൻ വിതരണം സജീവമാകുന്നതായിരിക്കും. മാർച്ച് 23-ാം തീയതിയായിരുന്നു ഒരു പെൻഷൻ ഗഡു കൂടി അനുവദിച്ചുകൊണ്ടുള്ള ധനമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയത്. വ്യാഴാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരുന്നതെങ്കിലും 26 ബുധനാഴ്ച മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുകകൾ എത്തിത്തുടങ്ങി. 26 ലക്ഷത്തിലേറെ പേർക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തുന്നത്. വരുന്ന ഏപ്രിൽ മുതൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ്. കുടിശ്ശികയായുള്ള 4,800 രൂപയുടെ വിതരണ കാലാവധി ഏപ്രിൽ മുതൽ ആരംഭിക്കും. ഏപ്രിൽ മാസത്തിൽ വിഷു, ഈസ്റ്ററൊക്കെ പ്രമാണിച്ച് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുവും തനതു മാസത്തെ പെൻഷനും ചേർത്ത് 3,200 രൂപ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും. ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങളൊക്കെ പ്രമാണിച്ച് സർക്കാർ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്ത് തീർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മാർച്ച് മാസത്തെ പെൻഷൻ ഇപ്പോൾ അക്കൗണ്ടുകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പെൻഷൻ അക്കൗണ്ടുകളിൽ എത്താത്തവർ വിഷമിക്കേണ്ടതില്ല. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെയായോ നിങ്ങളുടെ അക്കൗണ്ടിലേക്കും പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്കും അധികം വൈകാതെ എത്തിച്ചേരുന്നതായിരിക്കും. പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയവർ അക്കാര്യമൊന്ന് കമന്റായി രേഖപ്പെടുത്തുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.